വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഞാനിന്നിവിടെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും വെച്ച് മെഴുക്കുപുരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു മെഴുക്കുപുരട്ടി ഉണ്ടെങ്കിൽ ചെറിയൊരു അച്ചാറോ തൈരോ മതി ചോറുണ്ണാൻ, വേറൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് ഒതുക്കിയെടുക്കണം. ഞാനിവിടെ 8 ചുവന്നുള്ളിയും ഒരു 6-7 വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി മെഴുക്കുപുരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒതുക്കി വെച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ വയലറ്റ് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കറയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പച്ചവഴുതനയുണ്ടെങ്കിൽ അതെടുത്തോളൂ. എന്നാലും ഈ മെഴുക്കുപുരട്ടിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും ചേർത്ത് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ 5 മിനിറ്റിനുള്ളിൽ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മെഴുക്കുപുരട്ടിയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് താളിച്ചെടുക്കാനായി ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില, 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മെഴുക്കുപുരട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണിത്. കുട്ടികൾ വരെ ഈ മെഴുക്കുപുരട്ടി യാതൊരു മടിയും കൂടാതെ കഴിക്കും. കാരണം ഒരുവിധം കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒന്നാണിത്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണിത്. അപ്പോൾ ഇനി വഴുതനങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.